കഥ കുട്ടിയേടത്തി. രചന എം.ടി. വാസുദേവൻ നായർ. വലിയമ്മയ്ക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു, കുട്ടിയേടത്തിയും ജാനുവേടത്തിയും. ജാനുവേടത്തിയെ കാണാനാണ് ചന്തം. വെളുത്തിട്ടാണ്. നീലിച്ച ഞരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്ന കൈത്തണ്ടകൾക്ക് വാഴക്കൂമ്പിൻ്റെ മിനുപ്പുണ്ട്. അവർ അടുത്തു വരുമ്പോൾ ചന്ദന സോപ്പിൻ്റെ മണമുണ്ട്. എപ്പോഴും അവരുടെ മുണ്ടും ബ്ലൗസുമൊക്കെ വെളുവെളേ തെളിഞ്ഞിരിക്കും. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം കുട്ടിയേടത്തിയോടായിരുന്നു. കുട്ടിയേടത്തി കറുത്തിട്ടാണ്. ജാനുവേടത്തിയുടെ അഭിപ്രായത്തിൽ തൊട്ടു കണ്ണെഴുതാം. ചിരിക്കാതിരിക്കുമ്പോഴും വലിയ 2 പല്ലുകളുടെ അറ്റം പുറത്തു കാണും. അവരുടെ കൈത്തണ്ടയിൽ പിടിക്കുമ്പോൾ ഉണങ്ങിയ വിറക് കൊള്ളിയിൽ പിടിക്കുന്നത് പോലെ. എന്തൊരു പരുപരുപ്പാണ്! കറുത്ത പുള്ളിയുള്ള ജാക്കറ്റാണ് നിത്യവും കാണുക. നിറയെ അഴുക്കുണ്ടാവും. മുണ്ടിൽ മണ്ണും കരിയും കാണാത്ത നേരമില്ല. അടുത്തു വരുമ്പോൾ വിയർപ്പിൻ്റെയും എണ്ണയുടെയും നനച്ചു നിവർത്താതെയിട്ട ഈറൻ തുണിയുടെയും മണമുണ്ട്. ഓക്കാനം വരും. ഒരു കാര്യം വിട്ടുപോയി. കുട്ടിയേടത്തിയുടെ ഇടത്തെ കാതിൽ മണിയുണ്ട്. മണി എന്ന് വെച്ചാൽ ഒരു കഷ്ണം മാംസം തുറിച്ചു നിൽക്കുന്നതാണ്. അവർ അടുത്തു വന്നു നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, തല വേർപെടുത്തിരിക്കുമ്പോൾ എല്ലാം ഞാൻ മണിയായിരിക്കും നോക്കുന്നത്. കുട്ടിയേടത്തി അത് തൊടുന്നത് കാണുമ്പോൾ അറപ്പ് തോന്നുന്നത് എനിക്കാണ്. എന്നാലും കുട്ടിയേടത്തിയെ എനിക്കിഷ്ടമായിരുന്നു. വീട്ടിൽ ആർക്കും കുട്ടിയേടത്തിയെ ഇഷ്ടമല്ല. വലിയമ്മ കാണുമ്പോഴൊക്കെ ശകാരിക്കും. കാരണങ്ങൾ എപ്പോഴും ഒന്നാണ്: അടക്കമില്ല, ഒതുക്കമില്ല, തോട്ടം മുടിയാൻ കാലത്ത് ചണ്ണ പൊട്ടുമെന്നൊരു തത്വവും ശകാരത്തിൻ്റെ കൂടെ വലിയമ്മ പറയും. അതുകൊണ്ടും തീർന്നില്ലെങ്കിൽ, നീയാവും കാലത്ത് നക്കുപ്പും നാരായക്കല്ലും ഉണ്ടാവില്ല. എപ്പോഴും കേൾക്കാറുള്ളത് കൊണ്ടാകണം കുട്ടിയേടത്തി അപ്പോൾ ഉറക്കെ ചിരിക്കും. അത് കണ്ടാൽ വലിയമ്മയ്ക്കു കലി കയറും. അടുത്തു കിടക്കുന്ന വെട്ടുകത്തിയോ മരക്കയിലോ എടുത്ത് അടിക്കാൻ ഓങ്ങിക്കൊണ്ട് പറയും, പൊയ്ക്കോ എൻ്റെ മുമ്പ് നിന്ന്. ഇതിനെൻ്റെ വയറ്റിൽ ഊറിയപ്പോൾ ജന്മം പാഴായി. കുട്ടിയേടത്തി വലിയമ്മ പറയുന്നത് മിക്കപ്പോഴും അനുസരിക്കില്ല. എൻ്റെ കൂടെ നടന്ന് കളിക്കാനാണ് അവർക്കിഷ്ടം. കയ്യാലയുടെ പിന്നിലിരുന്ന് കൊത്തങ്കല്ല് കളിക്കും. മണലിൽ മാന്തി കുഴിയാനയെ പിടിച്ചു തരും. ഇതൊന്നും വലിയമ്മ കാണാതെ വേണം. എൻ്റെ അമ്മയും കാണാൻ പാടില്ല. കണ്ടാൽ ശകാരം എനിക്കല്ല, കുട്ടിയേടത്തിക്കാണ്. മാളുകുട്ടിയേ, വലിയമ്മ വിളിക്കും ഇടിമുരളുന്ന ശബ്ദത്തിൽ. വിളി കേട്ടില്ലെങ്കിൽ പിന്നത്തെ വിളി എടി ഒരുമ്പെട്ടോളെ. എന്താ അമ്മയ്ക്ക്? കുട്ടിയേടയ്ക്ക് അത് രസിക്കില്ല. ഒന്നിനെക്കോണം പോന്നൊരു പെണ്ണാടി നീയേ. കുറ്റാടി, 2 കച്ച തരാൻ ഒരുത്തൻ ഇങ്ങോട്ട് വരാത്തത്. കുട്ടിയേടത്തി കളിച്ചു നടക്കാൻ പാടില്ല, ദോഷമുണ്ട്. കുട്ടിയേടത്തിക്ക് ഒരാൾ വരില്ല. വലിയമ്മ എന്നെ ശകാരിക്കില്ല, ഉപദേശിക്കും. വാസു, നീ ഒരാൺകുട്ടിയാ. നീ ഈ പെണ്ണിൻ്റെ വാലുമ തൂങ്ങി നടക്കരുത്. വലിയമ്മയ്ക്ക് എനിക്ക് ഒരു തത്വം പറഞ്ഞു തരാനുണ്ട്. കല്ലാടും മുറ്റത്ത് നെല്ലാടില്ല. കുട്ടിയേടത്തി ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. എല്ലാവരുമായി വഴക്കു കൂടും. കുളക്കടവിൽ നിന്ന് ഓരോ ദിവസം പോരുന്നതും ഓരോ കേസുണ്ടാക്കിയിട്ടാണ്. ആന്തൂരെ മീനാക്ഷി അമ്മയുടെ വെള്ളിക്കിണ്ണം വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചുമ്മുക്കുട്ടിയുടെ പുറം അടിച്ചു പൊളിച്ചു. ജലപിശാചുകാരിയായ മൂകാമ്യമ്മയുടെ മേലേക്ക് വെള്ളം തെറിപ്പിച്ചു. അങ്ങനെ പലതും. അമ്മയും വലിയമ്മയും 100 വട്ടം വിലക്കിയാലും തുലാത്തിൽ വെള്ളം കോരും. ഉച്ചയ്ക്ക് കുട്ടിയേടത്തിക്ക് ഒരു സർക്കീറ്റുണ്ട്. ഇല്ലത്ത് വളപ്പിലും വടക്കേതിലും കാളിയുടെ പുരയിലും ആമിനുമ്മയുടെ മുറ്റത്തും ചുറ്റി നടന്നേ തിരിച്ചെത്തൂ. കുട്ടിയേടത്തി ഒന്നിനെക്കോണം പോന്ന പെണ്ണായതുകൊണ്ട് അങ്ങനെ നടക്കാൻ പാടില്ല. അമ്മ പറഞ്ഞു, വലിയമ്മ പറഞ്ഞു. വലിയമ്മ പുളിവാറലൊടിയുന്നത് വരെ അടിച്ചു നോക്കി. പക്ഷേ കുട്ടിയേടത്തി അത് നിർത്തിയില്ല. ഊണ് കഴിഞ്ഞാൽ വലിയമ്മ നടപ്പുരയിൽ കിടന്നുറങ്ങും. അമ്മ വടക്കിനിയിലും. ജാനുവേടത്തിയുടെ മുറി മുകളിലാണ്. ഊണ് കഴിഞ്ഞാൽ വെറ്റില മുറുക്കി ചുണ്ടു ചുവപ്പിച്ച് മുകളിലെ മുറിയിൽ ചാരുപടിയിൽ കയറിയിരുന്ന് അവർ സരോജിനിയുടെ കടുംകൈ പാടാൻ തുടങ്ങും. പതുക്കെയാണ്. ജാനുവേടത്തിക്ക് വായിക്കാനറിയാം, എഴുത്തു പഠിച്ചിട്ടുണ്ട്. കുട്ടിയേടത്തിയുമായി വഴക്കുണ്ടാവുമ്പോഴെല്ലാം അവർ പറയും, കുട്ടിയേടത്തിയേ, ഞാനേ 2 അക്ഷരം പഠിച്ചതാ. ഇടയ്ക്ക് ജാനുവേടത്തിയുടെ മുറിയിൽ ഞാൻ കയറി ചെല്ലും.
പാട്ടുപുസ്തകം വായിക്കാത്ത നേരത്തെല്ലാം അവർ കണ്ണാടിയുടെ മുമ്പിലായിരുന്നു. നെറ്റിയിൽ തലമുടി ചുരുട്ടി പതിപ്പിച്ചു വെച്ച് കുറുനിരയുണ്ടാക്കാൻ ശ്രമിക്കുകയാകും. അവരുടെ മേലെങ്ങാൻ തൊട്ടുപോയാൽ പറയും, ചെക്ക മേത്തൊക്കെ ചളിയാക്കി. കിടക്ക തൊടരുത്, പാട്ടുപുസ്തകം തൊടരുത്, കാൽപ്പെട്ടിപ്പുറത്ത് വെച്ച കണ്ണാടിയും ചാന്തുകുപ്പിയും മഷിയെളുക്കും തൊടരുത്. സത്യം പറഞ്ഞാൽ ജാനുവേടത്തിയുടെ മഷിയെളുക്കു കാണാനാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. നല്ല ചന്തമുള്ള മഷിയെളുക്കാണ്. മുക്കാൽ വട്ടത്തിൽ അതിന്മേലൊരു കണ്ണാടി പതിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മുറിയിൽ കടന്നാൽ ജാനുവേടത്തിക്ക് പരിഭ്രമമായി. ചക്ക മിണ്ടാതിരുന്നോ, ചക്ക ഇത് തൊടണ്ട, ചക്ക അത് തള്ളിയിടും. അവർക്കെന്നെ പേര് വിളിച്ചാലെന്താ? ചെക്കൻ എന്നല്ല എൻ്റെ പേര്, കുട്ടിയെടുത്തി എൻ്റെ പേരാണ് വിളിക്കുക. സ്നേഹത്തോടു കൂടി അവർ നീട്ടി വിളിക്കുന്നത് വാസു എന്നാണ്. അത് കേൾക്കാനായിരുന്നു എനിക്കിഷ്ടം. കുട്ടിയെടുത്തി മുറിയിൽ കടന്നാൽ ജാനുവെടുത്തി വലിയമ്മയെ വിളിച്ചു കരയാൻ തുടങ്ങും. എന്തു തൊട്ടാലും നിലവിളിയാണ്. തൊട്ടതൊക്കെ കേടുവന്നു കഴിഞ്ഞു എന്നാണ് കേസ്. വലിയമ്മ പറയുന്നത്, എടി അവൾ നിൻ്റെ താഴെയുള്ളതല്ലേ? കുട്ടിയെടുത്തിക്ക് അതിന് മറുപടി പറയാനുണ്ട്, ഞാൻ അവളുടെ മൂത്തതല്ലേ. ഒരിക്കൽ അയയിലിട്ടിരുന്ന കസവുമുണ്ടൊന്ന് എടുത്ത് കുട്ടിയെടുത്തി ചുറ്റി നോക്കി. അത് കണ്ടപ്പോൾ ജാനുവെടുത്തിക്ക് സഹിച്ചില്ല. അയിലപ്പടി കരിയാക്കി. ഇനി ഞാൻ ആര്യമ്പാടത്തേക്ക് പോകുമ്പോൾ എന്താ എൻ്റെ ഈശ്വര ചിറ്റുക? കുട്ടിയെടുത്തി കൈ രണ്ടും നിവർത്തി കാണിച്ച് ചോദിച്ചു, എവിടെയടി നിൻ്റെ കയ്യുമ്പിൽ കരി? അത് കേൾക്കാതെ ജാനുവെടുത്തി മുറവിളി കൂട്ടി, അമ്മേ ഈ മുണ്ടിൽ അപ്പിടി ചളിയാക്കി. ഞാൻ എന്താടി ചെറുമ്യ? ആവോ ഈ ഒരു സുന്ദരിക്കുട്ടി വന്നിരിക്കുന്നു. കുട്ടിയെടുത്തി മുണ്ടഴിച്ച് ചുരുട്ടിക്കൂട്ടി അവരുടെ മുഖത്തേക്ക് പുച്ഛത്തിൽ ഒരേറു കൊടുത്തു. ഞാൻ വിചാരിച്ചു, അത് നന്നായി, അവർക്കങ്ങനെ വേണം. സുന്ദരി അച്ചാൽ കുട്ടിയെടുത്തിക്ക് വലിയ നഷ്ടമൊന്നുമില്ലാലോ. നിൻ്റെ നാമൂസ് എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ മോളെ, കൊല്ലി അടിച്ചു തിരിക്കും ഞാൻ. വാ ബാസുവോ. കുട്ടിയെടുത്തി എൻ്റെ കയ്യും പിടിച്ചു നടന്നു. ഇല്ലത്തെ മേലേ വളപ്പിലെ മാവിൻ ചുവട്ടിലേക്കാണ് നേരെ പോയത്. ഇല്ലത്തെല്ലാവരും ഉറങ്ങുകയാവും. മാങ്ങയെറിയാൻ പറ്റിയ സമയമാണ്. കഥ വായിച്ചത് രാജഗോപാലൻ എഴുവന്തല. കഥയുടെ തുടർച്ച അടുത്ത ഭാഗത്തിൽ.